അലക്കിയ തുണികൾ ഓരോന്നായി ധൃതിയിൽ അയലിൽ വിരിച്ച് ദിവ്യ വേഗം അടുക്കളയിലേക്ക് കയറി. അടുപ്പിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ചോറിൻ്റെ വേവ് നോക്കിയതിനു ശേഷം ചോറ് വാർത്ത് വെച്ച് ഷെൽഫിലെ ഭരണിയിൽ നിന്നും അരമുറി വെള്ളമെടുത്ത് ഒരു കാപ്പി ഉണ്ടാക്കി ചൂടാറാതിരിക്കാനായി അടുപ്പിൻ്റെ മുകളിൽ മൂടി വെച്ചു. അതിനുശേഷം വേഗം തൻ്റെ റൂമിലേക്ക് പോയി. ചുമരിൽ തൂങ്ങുന്ന വാച്ചിലേക്ക് നോക്കി. സമയം 8:30 കഴിഞ്ഞിരിക്കുന്നു. വേഗം തലയിൽ കെട്ടിയ തോർത്തഴിച്ചു മാറ്റി മുടി നന്നായി കുടഞ്ഞ ശേഷം തൻ്റെ നൈറ്റി മാറ്റി കട്ടിലിൽ എടുത്തു വെച്ച സാരി എടുത്തൊടുത്തു. വളരെ വേഗത്തിൽ എന്നാൽ ഭംഗിയായി ദിവ്യ പ്ലീറ്റ്സുകളെല്ലാം എടുത്തു കുത്തി. മുടി ചീകി കുളിച്ചു പിന്നിലിട്ടു കണ്ണാടിയിൽ ഒട്ടിച്ചു വെച്ച പൊട്ടിൽ നിന്നും ഒരെണ്ണം എടുത്ത് നെറ്റിയിൽ വെച്ചു. എല്ലാം വളരെ ധൃതിയിൽ ദിവ്യ ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ദിവ്യയുടെ കണ്ണുകൾ വാച്ചിലേക്ക് നോക്കി സമയം കണക്കാക്കുന്നുണ്ടായിരുന്നു. മേശപ്പുറത്തിരുന്ന സിന്ദൂരത്തിൽ നിന്നും കുറച്ചെടുത്ത് നെറ്റിയിൽ തൊട്ടതിനു ശേഷം അഴിച്ചിട്ട് നനഞ്ഞ തോർത്തും നൈറ്റിയും എടുത്ത് പുറത്തെ അയലിൽ വിരിക്കാനായി പോകുമ്പോഴാണ് ദിവ്യേ ദിവ്യേ അടുക്കളയിൽ നിന്നും അമ്മ ഉറക്കെ വിളിക്കുന്നത് കേട്ട് "ആ അമ്മേ, ഞാൻ ദാ വരുന്നു" എന്ന് പറഞ്ഞ് ദിവ്യ അങ്ങോട്ട് പോയി. ഡൈനിങ് ടേബിളിനടുത്തുള്ള ചെയറിൽ കടന്നൽ കുത്തി വീർത്ത പോലെ മുഖം കയറ്റിവെച്ചിരിക്കുന്ന അമ്മയെ നോക്കി "എന്താ അമ്മേ?" അവൾ അല്പം ഭയത്തോടെ ചോദിച്ചു. "നീ ഈ കാപ്പിയിൽ ഇവിടെയുള്ള വെല്ലം മുഴുവൻ ഇട്ടിട്ടുണ്ടോ? ഷുഗർ എത്രയാണെന്ന് നിനക്കറിയില്ലേ? എന്നെ കൊല്ലാനാണ് നിന്റെ ഭാവം." ജാനകി അമ്മ ദേഷ്യത്തോടെ മരുമകളെ നോക്കി പറഞ്ഞു. "അമ്മ, ഞാൻ സ്ഥിരം ഇടുന്നത്ര തന്നെ വെല്ലമ്മേ ഇന്നും ഇട്ടിട്ടുള്ളൂ." "പിന്നെ ഞാൻ നുണ പറയാണെന്നാണോ?" "അമ്മ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. മധുരം കൂടുതലാണെങ്കിൽ ഞാൻ വേറെ ഇട്ട് തരാം" എന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങിച്ചു. "സമയത്തിനൊരു നല്ല കാപ്പി പോലും കിട്ടാണ്ടായി. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി മുന്നിൽ കൊണ്ടുവന്ന് വെച്ചോളും. അതിനെങ്ങനെയാണ്? നേരെ ചൊവ്വ ഉണ്ടാക്കുന്ന ഉദ്യോഗക്കാർക്ക് സമയമില്ലല്ലോ. അപ്പുറത്തെ ലളിതയുടെയൊക്കെ ഒരു ഭാഗ്യം. എൻ്റെ വിധി, അല്ലാണ്ടെന്തു പറയാൻ" എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ജാനകിയമ്മ അവിടെ നിന്നും എണീറ്റ് പോയി. പായസമോ ലഡ്ഡു ജിലേബിയൊക്കെ ആണെങ്കിൽ എത്ര വേണമെങ്കിലും കഴിക്കാം. അപ്പം ഒന്നും മധുരമില്ല. ദിവ്യ പതിയെ പിറുപിറുത്തുകൊണ്ട് വേറെ കാപ്പി വെക്കാനൊരുങ്ങി. വീണ്ടും വാച്ചിലേക്ക് നോക്കി. സമയം 9 മണിയാകുന്നു. ദിവ്യയ്ക്ക് ഒരുപാട് ദേഷ്യവും സങ്കടവും തോന്നി. കാപ്പി തിളയ്ക്കുന്ന നേരം കൊണ്ട് ചോറും കറികളും വേഗം പാത്രത്തിലാക്കി തൻ്റെ ബാഗിൽ വെച്ചു. കാപ്പി ആയതും മധുരം പാകമാണോ എന്ന് കുറച്ചെടുത്ത് കുടിച്ചു നോക്കിയതിനു ശേഷം സിറ്റ് ഔട്ടിലിരിക്കുന്ന ജാനകി അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്ത് അമ്മയുടെ മുഖത്തേക്ക് നോക്കി. ഭാവമാറ്റം ഒന്നും കാണാത്തത് കൊണ്ട് തിരിഞ്ഞ് അടുക്കളയിലേക്ക് പോകാനൊരുങ്ങിയതും "ദിവ്യേ, ഇന്നെന്താ നാഷ്ടാ?" ഗൗരവം കലർന്ന ഭാവത്തിൽ ജാനകി അമ്മ ചോദിച്ചു. "ഇന്ന് ഇഡലിയാണമ്മേ. എല്ലാം ഉണ്ടാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ട്. അമ്മ സമയമാകുമ്പോൾ എടുത്ത് കഴിച്ചോളൂ." കനത്തിൽ ഒന്ന് മൂളിക്കൊണ്ട് "എനിക്ക് ഉച്ചയ്ക്ക് കാന്താരി ചമ്മന്തി കൂട്ടി ചോറിന് ഒരു പൂതി. അപ്പുറത്ത് ലളിതയുടെ വീട്ടിൽ പോയപ്പോൾ ലളിതയുടെ മരുമകൾ കാന്താരി ചമ്മന്തി അമ്മിയിൽ അരയ്ക്കണു. എന്താ മണം! നീ വേഗം കുറച്ച് കാന്താരി വലിച്ച് അരച്ചു വെച്ച് സ്കൂളിൽ പൊയ്ക്കോ." "സമയമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അത് മതി ഇന്നത്തേക്ക്" എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് "ശരി അമ്മേ" ദിവ്യ പറഞ്ഞു. "അമ്മി തന്നെ അരച്ചോ. മിക്സിയിൽ അരച്ച ഒന്നിനും കൊള്ളില്ല." ദിവ്യ മൂളി. അടുക്കളയിൽ വന്ന് വേഗം ഉള്ളി തൊലിക്കാൻ തുടങ്ങി. വീണ്ടും വാച്ചിലേക്ക് നോക്കി. വിഷമം കാരണം ദിവ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉള്ളി തൊലിച്ചു കഴിഞ്ഞതും തൊടിയിലേക്ക് ഓടി കുറച്ച് കാന്താരി മുളക് വലിച്ച് അമ്മിയിലിട്ട് അരയ്ക്കുന്നതിനിടയിൽ "ഈശ്വര, ഞാൻ എന്ത് പാപം ചെയ്തു ഇങ്ങനെയിട്ട് എന്നെ ദ്രോഹിക്കാൻ? മതിയായി എനിക്ക്" ദിവ്യ വിഷമത്തോടെ ദൈവത്തോട് പരിഭവം പറഞ്ഞു. ചമ്മന്തിയും അരച്ചു വെച്ച് പണികളെല്ലാം ഒരുക്കി മുഖമൊന്ന് കഴുകി തുടച്ചതിനു ശേഷം കുറച്ച് പൗഡർ എടുത്തിട്ട് ബാഗും എടുത്ത് "അമ്മേ, ഞാൻ പോകുന്നു" എന്ന് സിറ്റ് ഔട്ടിലിരിക്കുന്ന അമ്മയോട് പറഞ്ഞുകൊണ്ട് ദിവ്യ സ്കൂളിലേക്ക് ധൃതിയിൽ നടന്നു. സ്കൂളിൽ ദിവ്യ എത്തിയതും ബെല്ലടിക്കലും ഒരുമിച്ച്. സ്റ്റാഫ് റൂമിൽ തൻ്റെ കസേരയിൽ ആശ്വാസത്തോടെ വന്നിരിക്കുന്ന ദിവ്യയെ നോക്കി "ഇന്ന് എന്ത് പണിയാ ടീച്ചറെ അമ്മായിയമ്മ തന്നേ?" ആശ ടീച്ചർ ചോദിച്ചു. ഒന്ന് ചിരിച്ചുകൊണ്ട് "അടുത്ത വീട്ടിൽ ലളിത ചേച്ചിയുടെ മരുമകളാണ് ഇന്ന് പണി തന്നത്, കാന്താരി ചമ്മന്തിയുടെ രൂപത്തിൽ" എന്ന് പറഞ്ഞുകൊണ്ട് ബുക്സ് എടുത്ത് തൻ്റെ ക്ലാസ്സിലേക്ക് പോയി. ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞ് പാത്രം കഴുകിക്കഴിഞ്ഞ് ദിവ്യ ടീച്ചറും ആശ ടീച്ചറും കൂടെ ഗ്രൗണ്ടിലെ മരത്തണലിൽ പോയിരുന്നു. "മതിയായി എൻ്റെ ടീച്ചറെ. ഓരോ ദിവസവും ഞാൻ ചക്രശ്വാസം വലിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ എന്നെ ദ്രോഹിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം അമ്മ ദ്രോഹിക്കുന്നുണ്ട്" ദിവ്യ വേദനയോടെ പറഞ്ഞു. "നീ പോരാഞ്ഞിട്ടാണെന്ന് ഞാൻ പറയൂ ദിവ്യേ.
നിന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയണം. അത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. എന്താ അവർക്ക് കുറച്ച് പണിയൊക്കെ ചെയ്താൽ കുഴപ്പം? പണിയൊന്നും ചെയ്യണ്ട. മനഃപൂർവ്വം എന്നിട്ട് ദ്രോഹിക്കുന്നൊന്ന് നിർത്തിയാൽ മതിയായിരുന്നു. ടീച്ചർക്കറിയൂ, പണ്ട് ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരുങ്ങുമ്പോൾ കണ്ണാടിയുടെ മുന്നിൽ നിന്നൊന്ന് മാറിക്കൂടെ എന്ന് എന്നോട് എൻ്റെ അമ്മ ചോദിക്കുകയായിരുന്നു. ഇന്ന് ഒരു ദിവസം പോലും സ്കൂളിലേക്ക് വരുമ്പോൾ സാരിയൊക്കെ ഒന്നെടുത്ത് കണ്ണാടിയിലേക്ക് നോക്കി ഒരുങ്ങിയതൊന്ന് ആസ്വദിക്കാൻ പോലും പറ്റുന്നില്ല. നിന്നെ അവർ ഭരിച്ചു കണ്ടു. എന്തു പറഞ്ഞാലും ഇവൾ അനുസരിച്ചോളും എന്ന് നിന്റെ അമ്മായിയമ്മയ്ക്കറിയാം. ഇതൊക്കെ തുടക്കത്തിൽ നിയന്ത്രിക്കണമായിരുന്നു. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം ദിവ്യേ. ജയ അരിയെ കഴിക്കൂ. അതുകൊണ്ട് രാവിലെ 4:30 എണീക്കണം. എന്നാലും അതൊന്നും വേഗില്ല. ദിവസവും അടിച്ചു തുടയ്ക്കണം. സ്കൂളിൻ്റെ മൈതാനം പോലെയുള്ള മുറ്റവും അടിച്ചു വരുമ്പോൾ ഒരു സമയമാകും. രാവിലത്തെ നാഷ്ടയ്ക്ക് ചട്നിയും ചമ്മന്തിയും പൊടിയും നിർബന്ധം. ഇല്ലെങ്കിൽ ഇറങ്ങില്ല. ചോറും കറിയും ഉപ്പേരിയും എല്ലാം ഒരുക്കി വെച്ചിട്ട് എനിക്ക് സ്കൂളിൽ വരാൻ പറ്റൂ. പണികളൊക്കെ ഒരുങ്ങി കുട്ടികളെ ഒരുക്കി വിട്ട് കുളിച്ച് വരുമ്പോഴേക്കും 8:30 കഴിയും. ഒരു ദിവസമെങ്കിലും നേരത്തെ എത്താമെന്ന് വിചാരിച്ചാൽ 9 മണി കഴിഞ്ഞിട്ടായിരിക്കും എന്തെങ്കിലും പണിയായിട്ട് അമ്മ വരിക. രാവിലെ 6 മണിക്ക് കാപ്പിയും എന്തെങ്കിലും ബേക്കറി സാധനങ്ങൾ വാങ്ങിയതുണ്ടാകും. അതും കഴിച്ച് പിന്നൊരു സർക്കിട്ടാണ്. സകല ഏഷ്ണിത്തള്ളകളുടെ വീട്ടിലും കയറി ഇറങ്ങി മാക്സിമം പരദൂഷണം പറഞ്ഞു കഴിഞ്ഞ് 9 മണിക്ക് വരും. അപ്പോഴേക്ക് അടുത്ത കാപ്പി വെച്ച് വെക്കണം. എന്നിട്ടായിരിക്കും ഓരോ പണി പറയുക. ഒരു കാരണവശാൽ ഞാൻ സ്കൂളിൽ നേരത്തെ എത്തരുത്. അതാണ് അമ്മയുടെ ആവശ്യം. ഞാൻ ജോലിക്ക് പോകുന്നത് സമ്പാദിക്കുന്ന ഒന്നും കണ്ടുകൂടാ. എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാലോ പിന്നെ അവിടെ ഇരിക്കാൻ ചെവി തരില്ല. അമ്മായിയമ്മമാർ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കുന്നതൊന്നും ആരും കാണില്ല. നമ്മൾ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാൽ മരുമകൾ ദുഷ്ടത്തിയായി, തന്തേനി തള്ളിനി നോക്കാത്തവളായി. പിന്നെ അവൾക്കില്ലാത്ത കുറ്റമൊന്നും ഉണ്ടാകില്ല. അമ്മായിയമ്മയുടെ ആട്ടും തുപ്പും കേട്ടിട്ടല്ല നല്ല മരുമകളാകേണ്ടത്. അതൊക്കെ പണ്ട്. പെണ്ണെല്ലാം സഹിക്കുന്ന കാലമൊക്കെ തീർന്നു. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തിയല്ല ജീവിക്കേണ്ടത്. നാട്ടുകാർ പലതും പറയും. അതിനൊക്കെ അനുസരിച്ച് ജീവിക്കാൻ നിന്ന ഒരു കാലത്തും ദിവ്യയിൽ നിനക്ക് സന്തോഷം ഉണ്ടാകില്ല കേട്ടോ. ഇവിടെ നിന്ന് എത്ര അടുത്താണ് സ്കൂൾ, എന്ത് സൗകര്യമാണ്. എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോകാം. പക്ഷേ ഞാൻ പോകാത്ത എന്താണെന്നറിയൂ, എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞ് എനിക്ക് സമാധാനം തരില്ല. ഇവിടെ ആകുമ്പോൾ അത്രയും നേരം ഇങ്ങനെ സൗകര്യത്തോടെ ഇരിക്കാലോ. മടുത്തെനിക്ക് എന്ന് പറഞ്ഞു ദിവ്യ കുറച്ചു നേരം ഒന്നും മിണ്ടാതെയിരുന്നു. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം തൻ്റെ വിഷമങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട്, എല്ലാം പോട്ടെ, ജോലി തിരക്കിനിടെ ജയേട്ടൻ വിളിച്ചാൽ മര്യാദയ്ക്കൊന്ന് സംസാരിക്കാൻ പോലും അയക്കില്ല. ഞാൻ ഫോണിൽ സംസാരിക്കുന്ന കേട്ടാൽ പാത്തും പതുങ്ങിയും മെല്ലെ വരും. ജയേട്ടനാണെന്ന് മനസ്സിലായ, ജയനാണോ മോളെ, അവനാണെങ്കിൽ ഒന്ന് ഫോൺ തന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിയിട്ട് പോകും. പിന്നെ കുറേ നേരം എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേക്കും ജയേട്ടന് വർക്ക് വന്ന് ഫോൺ വയ്ക്കും. അമ്മയുടെ കയ്യിൽ ഫോണില്ലാഞ്ഞിട്ടൊന്നുമല്ല, എൻ്റെ അടുത്തുള്ളതിനേക്കാൾ വലുത് വേണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ തവണ ജയേട്ടൻ വരുമ്പോൾ ഒരു വലിയ ഫോണ് തന്നെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ദിവസവും ജയേട്ടൻ അതിലേക്ക് അമ്മയെ വിളിക്കുകയും ചെയ്യും. ഇനി അഥവാ പിന്നെ എപ്പോഴെങ്കിലും വിളിച്ചാലോ, അപ്പോൾ അമ്മയ്ക്കില്ലാത്ത ആവശ്യങ്ങളൊന്നും ഉണ്ടാകില്ല. അതെങ്ങാനും കേൾക്കാതിരുന്നാലോ, ഏതു നേരവും കെട്ടിയോനായിട്ട് ഫോണിൽ തന്നെ ഒപ്പിട്ട് കുടിച്ചത് ഊതി കുടിച്ചത് എല്ലാം അവൾക്ക് പറയണ്ടേ എന്നൊരു കുത്തുവാക്കും. എന്തിനാ എന്നെ ഇത്രയും ദ്രോഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പകൽ മുഴുവൻ യൂട്യൂബിലും രാത്രിയായ TV-യിലും ഒരു സീരിയൽ പോലും വിടില്ല. അതിൽ അമ്മായിയമ്മ മരുമകളെ ദ്രോഹിക്കുന്ന കണ്ടിരുന്ന് കരഞ്ഞോളും. സ്വന്തം മരുമകളോട് ഒരു നല്ല വാക്ക് ഇന്ന് ഈ നേരം വരെ പറഞ്ഞിട്ടില്ല. ദിവ്യ പറഞ്ഞു. നീ തന്നെയാണ് ഇതിനെല്ലാം വിളമ്പിച്ചു കൊടുത്തത് ദിവ്യ. സ്നേഹിക്കണം എന്ന് കരുതി എന്ത് പറഞ്ഞാൽ അനുസരിക്കണം എന്നൊന്നും ഇല്ല. ഇനിയെങ്കിലും ഇതൊന്നും അങ്ങനെ വിട്ടുകൊടുക്കരുത്. നല്ല 4 വാക്ക് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ നിൻ്റെ അമ്മായിയമ്മയ്ക്കുള്ളൂ. ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും നിനക്കില്ലാത്ത കുറ്റമൊന്നുമില്ലല്ലോ. അപ്പോൾ ധൈര്യമായിട്ട് നിനക്ക് തിരിച്ചു പറയാലോ. ഒരു കുറ്റം കൂടെ കൂടുമെന്നല്ലേ ഉള്ളൂ. നീ സ്വന്തം കാലിൽ നിൽക്കുന്നവളല്ലേ, എന്തിനിങ്ങനെ ഭയപ്പെട്ട് ജീവിക്കണം? താഴ്ന്നു കൊടുക്കുന്തോറുമാണ് തലയിൽ ചവിട്ടി കയറുന്നത്. ഒരു വട്ടം നീ ഒന്ന് തല ഉയർത്തിപ്പിടിച്ച് നോക്ക്, അമ്മായിയമ്മയുടെ പത്തി താഴ്ന്നോളും. ഇനിയെങ്കിലും ടീച്ചറൊന്ന് സ്ട്രോങ് ആകുക എന്ന് പറഞ്ഞുകൊണ്ട് വാച്ചിലേക്ക് നോക്കിയിട്ട്, ബെല്ലടിക്കാനായി, ടീച്ചറെ വാ നമുക്ക് പോകാം എന്ന് ആശ ടീച്ചർ പറഞ്ഞു. ദിവ്യ ഒന്ന് മൂളിക്കൊണ്ട്, ശരിയാ ടീച്ചറെ, ഇങ്ങനെ അവരുടെ പണിക്കാരിയായി ജീവിച്ച് മതിയായി. ഇനി കുറച്ച് എനിക്കും കൂടെ വേണ്ടി ജീവിക്കണം, ദിവ്യ ഉറപ്പിച്ച് പറഞ്ഞു. അതാണ് ശരി. ഇങ്ങനെ തന്നെ ടീച്ചർ സ്ട്രോങ് ആയി നിൽക്കൂ, എല്ലാം ശരിയാകും.
എന്ന് ആശ ടീച്ചർ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. അന്ന് വൈകുന്നേരം കലണ്ടറിൽ തീയതി മാർക്ക് ചെയ്ത് വളരെ നേരത്തെ എത്തിയ വിരുന്നുകാരനെ പ്രാഗിക്കൊണ്ട് മേശവലിപ്പിൽ നിന്നും ഒരു പാരസെറ്റാമോൾ എടുത്ത് കഴിച്ചതിന് ശേഷം, മോളെ, അമ്മയ്ക്ക് തീരെ വയ്യ, കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ, അച്ചമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്ക്, പഠിച്ചുകൊണ്ടിരിക്കുന്ന മകളായ അഞ്ജുവിനോട് പറഞ്ഞുകൊണ്ട് ദിവ്യ തൻ്റെ റൂമിലേക്ക് ചെന്ന് കണ്ണുകൾ അടച്ചു കിടന്നു. കുറച്ചു നേരം തൻ്റെ മനസ്സിനെ ശാന്തമാക്കാൻ ദിവ്യ ആഗ്രഹിച്ചെങ്കിലും ദിവ്യയുടെ മനസ്സ് മുഴുവൻ അടുക്കളയിലെ സിങ്കിൽ നിറഞ്ഞുകിടക്കുന്ന പാത്രങ്ങളും സോപ്പ് പൊടിയിൽ മുക്കിവെച്ച തുണികളുമായിരുന്നു. വിളക്ക് വെക്കാനായല്ലോ, ഇന്നെന്താ മുറ്റമടിക്കണമൊന്നുമില്ലേ? സിറ്റ് ഔട്ടിലിരിക്കുന്ന ജാനകി അമ്മ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. അമ്മയ്ക്ക് വയ്യാതെ കിടക്കുകയാണ് അച്ചമ്മേ. അകത്ത് നിന്നും അഞ്ജു മറുപടി പറഞ്ഞു. ഓ, അപ്പം ഇന്ന് മുഴുവൻ കിടത്തുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി അമ്മ വഴിയിലൂടെ പോകുന്ന ആളുകളെയും നോക്കിയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും ജാനകി അമ്മ താൻ കുടിച്ച കാപ്പി ഗ്ലാസ് കൊണ്ടുവയ്ക്കാനായി അടുക്കളയിലേക്ക് പോയി. സിങ്കിൽ പാത്രങ്ങൾ നിറഞ്ഞു കിടക്കുന്നു. താൻ ഉച്ചയ്ക്ക് പച്ചക്കറി വണ്ടിയിൽ നിന്നും വാങ്ങിയ പച്ചക്കറികൾ കൊട്ടയിൽ തന്നെ കിടക്കുന്നു. ഇതെല്ലാം കണ്ട ജാനകി അമ്മ, എന്താ അടുക്കള കിടക്കുന്ന കോലം, ഒരു വൃത്തിയില്ല. ആരെങ്കിലും ഇപ്പൊ കയറി വന്ന് ഇത് കണ്ടാ എന്താ വിചാരിക്കുക? പച്ചവെള്ളം വാങ്ങി കുടിക്കാൻ തോന്നും. എത്ര വയ്യെങ്കിലും വിളക്ക് വെക്കേണ്ട നേരത്തൊന്ന് മുറ്റടിക്കെങ്കിലും ചെയ്യില്ലേ? ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? പണിയെടുക്കാതിരിക്കാൻ മാത്രമുള്ള എന്ത് വയ്യായികയാണ് ഇതൊക്കെ? പെണ്ണുങ്ങൾക്കുള്ളതല്ലേ? അപ്പോഴേക്കും വയ്യ എന്ന് പറഞ്ഞ് കിടക്കുകയാണ് ചെയ്യുക. പണിയെടുക്കാതിരിക്കാനുള്ള ഓരോ കാരണങ്ങൾ. മടിച്ചി. ജാനകി അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയിൽ ദേഷ്യത്തോടെ ദിവ്യ അവിടെ എത്തി. അമ്മേ, അമ്മയ്ക്ക് എന്താണ് പ്രശ്നം? എന്നെ എന്തിനാണ് ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കുന്നത്? ഏതു നേരവും എന്നെ എന്തിനാ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഓ, നീ എന്നെ ചോദ്യം ചെയ്യാനായോ ദിവ്യേ? ഒരു ഉദ്യോഗമുള്ളതിന് നെകളിപ്പൊന്ന് എന്നോട് കാണിക്കാൻ വരണ്ട. വീടും കൂടിയും കിടക്കുന്ന കോലം കണ്ടാലും മതി. ജാനകി അമ്മ ദേഷ്യത്തോടെ ദിവ്യയെ നോക്കി പറഞ്ഞു. എനിക്ക് ഉദ്യോഗം ഉള്ളതിൽ അമ്മയ്ക്ക് എന്താ അത്രയും പ്രശ്നം? ഇപ്പം ഈ വീടും കുടിക്ക് എന്താണ് കുഴപ്പം? സിങ്കിൽ 4 പാത്രങ്ങൾ കിടക്കുന്നതോ, അതോ ആ മുറ്റത്ത് 4 പ്ലാവില കിടക്കുന്നതോ? നാളെ ഞാൻ രാവിലെ മുറ്റം അടിക്കില്ലേ? അല്ല, അതവിടെ കിടക്കുന്ന അത്ര ബുദ്ധിമുട്ടാണേ? കൈകൊണ്ടെങ്കിലും എടുത്ത് കളഞ്ഞൂടെ അമ്മയ്ക്ക്? രാവിലെ 4 മണിക്ക് എണീക്കുന്നതാണ് ഞാൻ. രാത്രി 10 മണി വരെ ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് വിശ്രമിക്കുന്ന അമ്മ കാണുന്നുണ്ടോ? സ്കൂളിൽ കുട്ടികളോട് തൊള്ളിയിട്ട് തൊണ്ട പൊട്ടിയാണ് വരിക. വന്നിട്ട് കുറച്ചു നേരമെങ്കിലും സ്വസ്ഥയോടെ ഇരിക്കാൻ അനുവദിച്ചൂടെ അമ്മയ്ക്ക്? എനിക്ക് പോയി തൊണ്ട പൊട്ടിക്കാൻ ഞാൻ പറഞ്ഞോ? അതിൻ്റെ ഒന്നും ആവശ്യം ഈ തറവാട്ടിലുള്ളവർക്കില്ല. അപ്പോൾ അണിഞ്ഞു ഒരുങ്ങി 4 ആളെ കാണിച്ചുകൊണ്ട് നടക്കണം. അതിനു വേണ്ടിയല്ല നിന്റെ ഒരു ഉദ്യോഗം? അതെ, 4 ആളെ കാണിക്കാൻ തന്നെയാണ്. അമ്മയ്ക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അമ്മയുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്കറിയാം. ഉഷയുടെ മുന്നിൽ എനിക്കൊരു ജോലിയുള്ളതും ഞാൻ സമ്പാദിക്കുന്നതൊന്നും അമ്മയ്ക്ക് സഹിക്കുന്നില്ലല്ലേ? സ്വന്തം മകൾ മരുമകളുടെ മുന്നിൽ ചെറുതായി പോകുമ്പോൾ ദുഷ്ടബുദ്ധിയല്ലേ അമ്മയുടെ മനസ്സിൽ? അമ്മയുടെ മകൾക്ക് പഠിച്ച് ജോലി വാങ്ങിക്കൂടായിരുന്നില്ലേ? അപ്പ പ്രേമിച്ച് നടന്നു. അതിന് ഞാൻ എൻ്റെ ജോലി കളയണോ? ഞാൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ ജോലിയാണ്. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയാലും ഞാൻ എൻ്റെ ജോലി നഷ്ടപ്പെടുത്തില്ല. പ്രായമായവരില്ലേ, എന്തോ പറഞ്ഞു പൊക്കോട്ടെ. 2 കൈ കൊട്ടുമ്പോഴല്ലേ ശബ്ദം ഉണ്ടാകൂ എന്ന് കരുതി സഹിച്ചും ശ്രമിച്ചും ഞാൻ മടുത്തു. ഇനി വയ്യ. ഇനി എന്നെ ഭരിക്കാൻ ഞാൻ സമ്മതിച്ചു തരില്ല. അമ്മയുടെ മകൻ്റെ ഭാര്യയല്ലേ ഞാൻ. എന്നെങ്കിലും അമ്മ ചിരിച്ച മുഖത്തോടെ എന്നെ ഒന്ന് നോക്കിയിട്ടുണ്ടോ? ദിവസവും സ്കൂളിലേക്ക് പോകുമ്പോൾ പോയിട്ട് വരാം അമ്മേ എന്ന് പറയുമ്പോൾ ആ പോയിട്ട് വായോ എന്ന് ഒരു തവണയെങ്കിലും പോട്ടെ എൻ്റെ മുഖത്തേക്കെങ്കിലും ഒന്ന് നോക്കാറുണ്ടോ? ഒരു ദിവസമെങ്കിലും സമയത്തിന് സ്കൂളിൽ പോകാൻ അയച്ചിട്ടുണ്ടോ? ഇത്രയേറെ വെറുക്കാൻ മാത്രം ഞാൻ അമ്മയോട് എന്താ ചെയ്തത്? 4 ഭാഗം നടന്ന എൻ്റെ കുറ്റങ്ങളും കുറവുകളും അമ്മ പറഞ്ഞ് നടക്കുന്നില്ലേ? അമ്മയ്ക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാലോ. അമ്മ ഒരു ചായ ഗ്ലാസ് എങ്കിലും കഴുകാറുണ്ടോ? വൈകുന്നേരം 6:30 മുതൽ രാത്രി 10 മണി വരെ സകല സീരിയലും കണ്ട് അതിലെ മരുമക്കളെ കണ്ട് കരയാറില്ലേ? എന്നോട് ഈ നേരം വരെ കുറ്റപ്പെടുത്തില്ലാതെ സ്നേഹത്തോടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ടും അമ്മ പറയുന്ന എല്ലാം അനുസരിച്ച് ഒന്നും മിണ്ടാതിരുന്നത് എനിക്ക് തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടല്ല. അമ്മയെ ഞാൻ എൻ്റെ അമ്മയെ പോലെ കണ്ടതുകൊണ്ടാണ് എന്ന് കരുതി ഇനി ക്ഷമിച്ചു വരാൻ വയ്യ. പണികളെല്ലാം കഴിഞ്ഞ് എവിടെയെങ്കിലും ഞാനൊന്ന് ഇരിക്കുന്ന കണ്ട കാലൊഴിഞ്ഞതാ പുറമൊഴിഞ്ഞതാ അപ്പില്ലാത്ത അസുഖം ഒന്നും ഉണ്ടാകില്ല. കണ്ട വീട്ടിൽ കയറി ഇറങ്ങുമ്പോൾ ഒരു വയ്യായികയില്ല. ശ്വാസം വിട ഒഴിവില്ലാതെ എന്നെ വീട്ടിലിട്ട് കഷ്ടപ്പെടുത്തിയിട്ട് കുറ്റങ്ങൾ മാത്രം ബാക്കി. ഞാൻ അമ്മയുടെ അടിമയൊന്നുമല്ല. ഇന്നു മുതൽ അമ്മ എന്നോട് എങ്ങനെ പെരുമാറുന്നു അതേപോലെയായിരിക്കും തിരിച്ച് എൻ്റെയും പെരുമാറ്റം. നല്ല രീതിക്ക് എന്നോട് നിന്ന അമ്മയ്ക്ക് നല്ലത്. അതല്ല എന്നെ ദ്രോഹിക്കാനാണ് ഒരുക്കെങ്കിൽ പച്ചവെള്ളം പോലും ഞാൻ എടുത്തു തരില്ല.
കയ്യിനും കാലിനും കുഴപ്പമൊന്നുമില്ലല്ലോ, തന്നെത്താൻ എല്ലാം എടുത്ത് കഴിച്ചോളൂ. ഇനി ദിവ്യ അത് ചെയ്യ്, ദിവ്യ ഇത് ചെയ്യ് എന്ന് പറഞ്ഞ് ഓരോ പണികൾ കൽപ്പിക്കണ്ട. പറ്റുന്ന പണികൾ ഞാൻ ചെയ്യും. പിന്നെ ജയേട്ടൻ വിളിക്കുമ്പോൾ ഇനി ഫോൺ വേണമെന്ന് പറഞ്ഞ് വന്നാൽ സത്യമായിട്ട് അമ്മയുടെ ഫോൺ എടുത്ത് ഞാൻ കിണറ്റിലിടും. ജയേട്ടനോട് ഞാൻ എന്ത് പറഞ്ഞു എന്നുള്ളതിൽ കണക്കിനി എടുക്കണ്ട. എൻ്റെ ഭർത്താവാണ്, എനിക്ക് പലതും പറയാനുണ്ടാകും. അതൊന്നും എനിക്ക് എൻ്റെ അമ്മായിയമ്മയെ ബോധിപ്പിച്ചോളണം എന്നില്ല എന്നെല്ലാം പറഞ്ഞതിന് ശേഷം ദിവ്യ അമ്മായിയമ്മയെ സൂക്ഷിച്ചു നോക്കി. സാധാരണ വിഷപ്പാമ്പിനെ പോലെ ചീറ്റുന്ന അമ്മ ഇന്ന് താൻ പറഞ്ഞതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. ആശ ടീച്ചർ പറഞ്ഞത് ശരിയാണ്, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. താൻ സ്ട്രോങ് ആയി നിൽക്കുമെന്ന് അമ്മ കരുതി കാണില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഇനിയെങ്കിലും സ്നേഹിച്ചില്ലെങ്കിലും വേണ്ടില്ല, ദ്രോഹിക്കരുതമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യ അടുക്കളയിൽ നിന്നും പോയി. ഇതുവരെ തൻ്റെ മുന്നിൽ മറുത്തൊരു വാക്ക് പറയാത്ത, താൻ എന്തു പറഞ്ഞാലും അനുസരണയോടെ നിന്ന തൻ്റെ മരുമകൾ ഇന്ന് തൻ്റെ മുന്നിൽ ശബ്ദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലായ ജാനകിയമ്മ ഒന്നും മിണ്ടാതെ സിറ്റ് ഔട്ടിലെ തൻ്റെ ചെയറിൽ പോയിരുന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു. അവരുടെ മുന്നിൽ എന്നും പേടിയോടെ മാത്രം നിൽക്കുന്ന അമ്മയെ താൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഇന്ന് അമ്മയുടെ ഈ പെർഫോമൻസ് കണ്ട് അന്തം വിട്ടു നിന്ന മകൾ അഞ്ജു ദിവ്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, അമ്മ ഇപ്പോഴാണ് സൂപ്പറായത്. അമ്മ ഇങ്ങനെ ഭയപ്പെട്ട് ജീവിക്കുന്നത് കണ്ട് അമ്മയെപ്പോലെ ഒരിക്കലും ആകരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇന്ന് അമ്മ ശരിക്കും എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഇത്രയും സ്ട്രോങ് ലേഡി ആയിട്ടാണോ അമ്മ ഇത്രയും നാൾ ഈ ധൈര്യം ഒന്നും കാണിക്കാതിരുന്നത്? അഞ്ജു അമ്മയോട് ചോദിച്ചു. മറുപടി എന്നോണം ദിവ്യ അഞ്ജുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ഈ കഥയുടെ അഭിപ്രായം തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്നും കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്